നമസ്കാരം മക്കളെ. വ്യുമൻ സി പി ഒ പരീക്ഷകളുടെ സിലബസ് ഇപ്പോഴേ വന്നിരിക്കുകയാണ്. 2025 വരാൻ പോകുന്ന CPO WCPO പരീക്ഷകളുടെ, അതായത് നോക്കിയേ, നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ, ആംഡ് പോലീസ് ബറ്റാലിയൻ, അതേപോലെ തന്നെ വ്യുമൻ പോലീസ് കോൺസ്റ്റബിൾ, വ്യുമൻ പോലീസ് ബറ്റാലിയനുകളിലേക്കുള്ള പരീക്ഷകളുടെ സിലബസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് പുതിയ സിലബസ്, അതായത് എന്ത് മാറ്റമാണ് ആ സിലബസിലുള്ളത്, ആ സിലബസിനകത്തിൽ പ്രധാനമായിട്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിച്ചിട്ട് നോക്കിപ്പോകാം. നോക്കിക്കേടാ, പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ കാണാറുള്ളത് പോലെ തന്നെ പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ചരിത്രം 5 മാർക്കിന് വരുന്നുണ്ട്. ദെൻ ഭൂമിശാസ്ത്രം 5 മാർക്കിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ധനതത്വശാസ്ത്രത്തിൽ നിന്ന് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇത് നേരത്തെ നമ്മൾ വരാറുള്ളത് പോലെ തന്നെ. ദെൻ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് 8 മാർക്കിനുള്ള ചോദ്യമാണ് വരിക. അപ്പോൾ വെയിറ്റേജ് കൂടുതലായിട്ട് എങ്ങോട്ട് പോയിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 ഭാഗങ്ങളിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ള ഭാഗമാണ് ഏതെന്ന് പറയുക? ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഓർക്കുക, ആദ്യത്തെ 3നും തുല്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. 5 മാർക്ക് വീതം തന്നെയാണ്. ഇപ്പം എക്കണോമിക്സിൻ്റെ കേസ് എടുത്താൽ കുറച്ച് കണ്ടന്റ് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ചരിത്രമാണെങ്കിൽ കുറച്ച് അധികമുണ്ട്, പക്ഷേ അവിടെയും 5 മാർക്കുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും എത്ര മാർക്കിന് ചോദിക്കാം? 8 മാർക്കിന് ചോദിക്കാം. പക്ഷേ ഇവിടെ രസകരമായ കാര്യം എന്താണ്? കേരള ഭരണ സംവിധാനത്തിൽ നിന്ന് 3 മാർക്കിന് മാത്രമേ ചോദ്യങ്ങൾ വരത്തുള്ളൂ. അപ്പോൾ അവിടെ പ്രപ്പോർഷൻ കുറവാണ്, മാർക്കിൻ്റെ പ്രപ്പോർഷൻ എന്താണ്? കുറവാണ്. അതേപോലെ തന്നെ ജീവശാസ്ത്രം നോക്കിയാൽ, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 4 മാർക്കിന് ചോദിക്കാം. ഫിസിക്സിൽ നിന്ന് 4 മാർക്ക്, ഫിസിക്സിൽ നിന്ന് 3 മാർക്ക്, കെമിസ്ട്രിയിൽ നിന്ന് 3 മാർക്ക്. അങ്ങനെ സയൻസ് റീജിയനിൽ നിന്ന് ആകെ 10 മാർക്കിനാണ് എന്ത് വരിക? ചോദ്യങ്ങൾ വരിക. സയൻസ് റീജിയനിൽ നിന്ന് ആകെ 10 മാർക്കിനാണ് എന്ത് വരുന്നത്? ചോദ്യങ്ങൾ വരുന്നത്. അപ്പം ബയോളജിയിൽ നിന്ന് 4 മാർക്ക്, ഫിസിക്സിൽ നിന്ന് 3 മാർക്ക്, രസതന്ത്രത്തിൽ നിന്ന് 3 മാർക്ക്, അങ്ങനെ ആകെ സയൻസ് റീജിയനിൽ നിന്ന് 10 മാർക്കിനാണ് എന്ത് വരുന്നത്? ചോദ്യങ്ങൾ വരുന്നത്. കലാ, കായികം, സാഹിത്യം, സാംസ്കാരികം പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ആകെ 4 മാർക്കിന് എന്ത് വരുന്നുണ്ട്? ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കൂടുതലായിട്ടും ചിലപ്പോൾ എന്ത് വന്നേക്കാം? കറണ്ട് അഫെയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന്, കലാ, കായികം, സാഹിത്യം, സാംസ്കാരികം ഭാഗത്തു നിന്ന് വന്നേക്കാം. എന്നാൽ അതുകൂടാതെ വീണ്ടും ഒരു 10 മാർക്ക് എവിടെ ഇട്ടിട്ടുണ്ട്? നമ്മുടെ ആനുകാലികത്തിന് 10 മാർക്ക് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഈ 4 മാർക്ക് കൂടാതെ തന്നെ ഈ 4 മാർക്ക് കൂടുതലായിട്ടും എന്താണ്? കറണ്ട് അഫെയർ റീജിയനായിട്ട് വന്നേക്കാം. നിലവിലത്തെ ഏതെങ്കിലും അവാർഡുകളോ അല്ലെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട അച്ചീവ്മെൻറ്റുകളോ ഒക്കെ അവിടെ വന്നേക്കാം. അതുകൂടാതെ ആനുകാലികത്തിൽ എത്ര മാർക്കുണ്ട്? 10 മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ ലഘുഗണിതം, മാനസിക ശേഷി 10 മാർക്ക്, അതേപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. വരാറുള്ളത് പോലെ തന്നെ 30 മാർക്കിൻ്റെ റീജിയൻ ഏതാണ്? ഈ പറയുന്ന മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ ഭാഗത്തു നിന്നാണ്. ഇതിൽ കൂടാതെ 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് എന്തിൽ വരുന്നത്? ഈ പറയുന്ന CPOയും അതേപോലെ തന്നെ WCPOയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇവിടെ ഒരു മാറ്റം നിങ്ങൾ അറിയുക. IPC, അതേപോലെ തന്നെ CRPC, അതേപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഈ 3 കാര്യത്തിലും മാറ്റമുണ്ട്. ഇത് 3 നമ്മുടെ സിലബസിൽ ഇപ്പം മാറി. 2023 വന്ന BNS, അതേപോലെ തന്നെ BNSS, ഭാരതീയ സാക്ഷ്യ അദ്വിതീയം, അല്ലേ? ഈ പറയുന്ന കാര്യങ്ങളാണ് എവിടെയുള്ളത്? നിലവിലത്തെ സിലബസിലുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. നമുക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരുന്നൊരു കാര്യം മാറുകയാണ്. മിക്കവാറും എല്ലാവരും തുല്യരാകുകയാണ്. പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. കാരണം ഇവരിതൊന്നും കേട്ടിട്ടില്ല. പക്ഷേ നമ്മൾ IPC, CRPC ഒക്കെ നേരത്തെ പഠിച്ച ആളുകൾ പഠിച്ചിട്ടുണ്ടോ എങ്കിൽ അവർക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. സൂപ്പർ നോട്ട്സ് ഇതെല്ലാം കൃത്യമായിട്ട് എന്താണ് BNSും BNSSും ഒക്കെ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നിലവിലത്തെ ബാച്ചുകളുള്ളവർക്ക് അറിയാം. അതിൻ്റെ യൂട്യൂബിലുള്ള ക്ലാസ്സുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് എവിടെ തന്നെ ഫോക്കസ് ചെയ്യുക, സ്റ്റിക്ക് ഓൺ ചെയ്യുക. BNS പോലെയുള്ള ഭാഗങ്ങളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ശരി, നമുക്ക് സിലബസിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പ്രധാനമായിട്ടും CPOയിലും WCPOയിലും മാറ്റം വന്ന ഭാഗങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞു പോകാം. പ്രധാനമായിട്ടും മാറ്റമുള്ള ഭാഗങ്ങൾ ഇതാണ് കേട്ടോ. ഇവിടം തൊട്ടാണ് മാറ്റമുള്ളത്. അതായത് നമ്മുടെ BNS ഇവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. നോക്കിയാൽ 4 മാർക്കിന് പ്രധാനമായിട്ടും വരുന്ന റീജിയൻ ഏതാണെന്ന് അറിയാമോ? 4 മാർക്കിന് വരുന്നത് ഭാരതീയ ന്യായ സംഹിതയാണ്. ഓക്കെ, ഭാരതീയ ന്യായ സംഹിതയിൽ നിന്ന് 4 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത്. 4 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സെക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻസ്, ജനറൽ എക്സ്പ്ലനേഷൻസ്, അതേപോലെ തന്നെ ജനറൽ എക്സംഷൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ദെൻ ഒഫൻസസ് അഗൈൻസ്റ്റ് വിമൻ ആൻഡ് ചൈൽഡ്, അതേപോലെ തന്നെ ഒഫൻസസ് അഗൈൻസ്റ്റ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബോഡി, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് ഓവർലാപ്പ് ചെയ്ത് എവിടെയും കൂടെ വരുന്നുണ്ട്, നമ്മുടെ SIയുടെ സബ് ഇൻസ്പെക്ടറിൻ്റെ സിലബസിൽ കൂടി വരുന്നുണ്ട്. ഒഫൻസസ് ബൈ റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻറ്റ്,
അങ്ങനെ 4 മാർക്ക്. ദെൻ അടുത്തത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ നിന്ന് 3 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 3 മാർക്കിനുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഭാഗം വരുന്നത്, അതായത് ഇത് രണ്ടുമല്ലാതെ മറ്റൊരു ഭാഗം വരുന്നത് എവിടെയാണ്? നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയമം. കണ്ടോ, ഭാരതീയ സാക്ഷ്യ അധിനിയമം 2 മാർക്കിനാണ് വരിക. അപ്പോൾ BNSൽ നിന്ന് 4 മാർക്ക്, BNSൽ നിന്ന് 4 മാർക്ക്, BNSSൽ നിന്ന് 3 മാർക്ക്, ദെൻ 2 മാർക്ക് വരുന്ന എവിടെ നിന്നാണ്? നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ നിന്നാണ്. അങ്ങനെ ആകെ 9 മാർക്കിന് എവിടെ നിന്ന് വരും? ഈ മാറിയ സിലബസിൽ നിന്ന് 9 മാർക്കിന് വരും. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്? നേരത്തെയും കണ്ടിട്ടുള്ള സിലബസിൻ്റെ ഭാഗമാണ്. കേരള പോലീസ് ആക്ട് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. 3 മാർക്ക് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആകെ 9 3 12 മാർക്കായി. ദെൻ അതേപോലെ തന്നെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 2 മാർക്കിന് ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ 2 മാർക്കിൻ്റെ ചോദ്യം പ്രധാനമായിട്ടും എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ഓൾറെഡി ഉള്ള സിലബസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആകെ എത്ര മാർക്കായി? ഇപ്പം ടോട്ടൽ ഏകദേശം 13-14 മാർക്കോളമായി. ദെൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, ഇത് നമ്മൾ ഓൾറെഡി എന്താണ് കണ്ടിട്ടുള്ളതാണ്. 2 മാർക്ക് അവിടെ നിന്ന് വരുന്നുണ്ട്. ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2 മാർക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2 മാർക്ക്. അപ്പോൾ ഇത്രയുമാണ് 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ ആണേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാറ്റം. ഈ സിലബസ് നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞാൽ ഈ സിലബസ് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങൾ കുറച്ചുകൂടി എന്ത് ചെയ്യാനായിട്ട് കഴിയും? മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അവിടെ കയറി ഇത് പഠിക്കുക. നമ്മൾ ഇനി മുന്നോട്ട് വരുന്ന ഓരോ ദിവസവും കുറച്ചുകൂടി വലിച്ചു കീറി ഈ സിലബസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും, മാറ്റം അറിഞ്ഞ് നമ്മൾ പഠിക്കും. BNSൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ ബാച്ചുകൾ നിലവിൽ റണ്ണിങ് ആണ്. അതായത് നമ്മുടെ CPO ഫോഴ്സ് ബാച്ച് നിലവിൽ റണ്ണിങ് ആണ്. ആ ഫോഴ്സ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ സിലബസ് ഒക്കെ വന്നു, ഇനി വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ല. കോഡ് യൂണിഫോം ബാച്ച് 2025 നിലവിൽ റണ്ണിങ് ആണ്. 8281 223366 എന്ന് പറയുന്ന നമ്പറിൽ 223366 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? അപ്പോൾ എത്രയും വേഗം ബാച്ചിൽ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു പോകാം. നമ്മുടെ ബാച്ചുകൾ ഓൾറെഡി BNSും BNSSും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഡിഗ്രി ലെവൽ നോക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ച് ഉണ്ട്. അതേപോലെ ഡ്രൈവർ പരീക്ഷകൾക്ക് നോക്കുന്ന ആളാണെങ്കിൽ ഡ്രൈവർ ബാച്ച് ഉണ്ട്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബാച്ച് ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെയൊക്കെ സിലബസ് നമുക്ക് വരുന്ന സാറന്മാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. നമുക്കിനി അടുത്തൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.